പാകിസ്ഥാനുമായിട്ട് ഇടപഴകുന്ന അതേ മാതൃകയിൽ ഇപ്പോൾ എർദോഗൻ്റെ തുർക്കി ബംഗ്ലാദേശുമായിട്ട് കൂടുതൽ കൂടുതൽ ഇടപഴകി വരുന്നു എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ അധീനതയിലുള്ള അല്ലെ തുർക്കി ഫണ്ട് ചെയ്യുന്ന ചില NGOകൾ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് കടന്നു വരികയും ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു മാപ്പ് തയ്യാറാക്കുകയും ചെയ്തു. ഈ മാപ്പ് ബംഗ്ലാദേശിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ക്യാമ്പസുകൾ, അതായത് യൂണിവേഴ്സിറ്റികളിലൊക്കെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളും യുവജനങ്ങളുമൊക്കെ കൂടുന്നിടത്ത്. അപ്പോൾ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ ഭൂപടവുമായി സാൾട്ടാനന്ദ ഈ ബംഗ്ല എന്ന് പറയുന്ന തുർക്കി സ്പോൺസർ ചെയ്യുന്ന NGO ആണ് രംഗത്ത് വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ പോലും ചിന്തിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരാശയം അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നു. ഇത് പ്രചരിപ്പിക്കാനായിട്ട് അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ചില ഹാൻഡിലുകളും വരുന്നു. അപ്പോൾ തുർക്കിയെ ഉപയോഗിച്ച് അമേരിക്ക ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. അപ്പം ഈ പറയുന്ന ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബംഗ്ലാദേശിനെ കുറച്ചുകൂടി വിപുലമാക്കണം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഒപ്പം ചേർക്കണം. അതായത് സിലിഗുരി കോറിഡോറിലൊക്കെ തന്നെ ബംഗ്ലാദേശും ചൈനയും കൂടെ ചേർന്നാൽ വലിയ ആക്രമണം നടത്താമെന്നും ഈ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കാമെന്നുമാണ് ചിന്ത. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒപ്പം തന്നെ മ്യാൻമറിലുള്ള രഖൈൻ സ്റ്റേറ്റ് ഇതിനെ കൂടെ ചേർക്കണം. ഇനി ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തണം. അങ്ങനെ വിശാലമായ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ഭൂപടം തയ്യാറാക്കുന്നു. എന്നിട്ട് അത് ബംഗ്ലാദേശിലേക്ക് മുഴുവൻ ആളുകളിലേക്കും സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ തുർക്കി സ്പോൺസർ ചെയ്യുന്ന NGOകൾ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് തുർക്കിയും ബംഗ്ലാദേശും തമ്മിലുള്ള അടുപ്പം കൂടി വരികയാണ്. അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തന്നെ പാകിസ്ഥാൻ ഈ തുർക്കിയെ ബംഗ്ലാദേശുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു, സൈനിക ഇടപാടുകൾ നടത്തുന്നു, അതുപോലെ തന്നെ ആയുധങ്ങൾ നൽകുന്നു. എന്തിന് പാകിസ്ഥാനിൽ പോലും ഡ്രോണുകൾ ചാരിറ്റി ആയിട്ടാണ് ഈ തുർക്കി നൽകിയത്. അതുപോലൊരു സഹായം നൽകാമെന്ന് ഇവർക്കും ഒരു ഉറപ്പൊക്കെ നൽകുന്നു. ഇതിനിടയിൽ ഈ പറയുന്ന യൂനിറ്റ് സർക്കാർ ചൈനയിലേക്ക് പോവുകയും അവിടെയുള്ള ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാധീനമില്ലാത്ത ഈ 7 സിസ്റ്റേഴ്സ് ഉൾപ്പെടുന്ന ചിക്കൻ നെക്കിൽ ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നിങ്ങളെ സഹായിക്കാം. ഒപ്പം ഞങ്ങളുടെ എയർബേസ് നിങ്ങൾക്കൊരു രാജ്യാന്തര വിമാനത്താവളമാക്കി മാറ്റാനുള്ള അവസരം ഒരുക്കി തരാം. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില തീവ്രവാദ സംഘടനകൾ, ഇസ്ലാമിക നിലപാടുള്ള ആൾക്കാർ മുഴുവൻ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതായത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ആശയങ്ങളുമായിട്ട്, തീവ്രവാദ നിലപാടുമായിട്ട് ബംഗ്ലാദേശ് ജനതയെ കൂട്ടിക്കുഴയ്ക്കാൻ അല്ലെങ്കിൽ അവരെ അതിലേക്ക് ആകർഷിക്കാൻ ഇപ്പോൾ തുർക്കി ശ്രമം നടത്തുന്നു. അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. അവിടെ തുർക്കി വലിയ തോതിൽ അവർക്ക് സാമ്പത്തിക സഹായം, ആയുധങ്ങളും ഒക്കെ നൽകുന്നു. അങ്ങനെ ഇന്ത്യ തുർക്കിക്കെതിരെ വലിയ ഉപരോധം ഏർപ്പെടുത്തി. അതായത് അവിടെ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന്, അങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകൾ പോകുന്നതിന്, അതുപോലെ തന്നെ സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, വിമാനത്താവളത്തിലെ ജോലികൾ, അങ്ങനെ എല്ലാ മേഖലയിലും തുർക്കിക്ക് നമ്മൾ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് അവർ പതുക്കെ നമ്മളുമായിട്ട് ചില ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ എതിർക്കാനായിട്ട് ബംഗ്ലാദേശുമായിട്ട് ചില ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തുർക്കിയെ, ബംഗ്ലാദേശിനെയൊക്കെ രംഗത്തിറക്കുന്നത് മറ്റ് ചില രാജ്യങ്ങളാവും. അതായത് ഇപ്പോൾ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്, വലിയ ഭൂവിസ്തൃതിയൊക്കെ ഉണ്ട്. റഷ്യ വലിയ രാജ്യമാണ്. അത് കഴിഞ്ഞാൽ ചൈന. ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ നമ്മുടെ വളർച്ച ഇഷ്ടപ്പെടുന്നില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു 10 വർഷം കൊണ്ട് ഇന്ത്യ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാകും. സാമ്പത്തിക മേഖലയിലും പ്രതിരോധ സൈനിക ഇടപാടിലും ഇതുണ്ടാകരുത്. ഇപ്പം നമുക്കറിയില്ല, അമേരിക്ക വലിയ രാജ്യമാണ്, ജനസംഖ്യയുണ്ട്. റഷ്യ വലിയ രാജ്യമാണ്, ജനസംഖ്യയുണ്ട്. പക്ഷേ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ എടുത്ത് നോക്കും, അവരെല്ലാം തന്നെ സമ്പദ് സമൃദ്ധമാണ്, വികസിതമാണ്. പക്ഷേ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇനി ഗൾഫ് രാജ്യങ്ങൾ വളരെയധികം വികസിച്ചു, അവിടെയും പോപ്പുലേഷനില്ല. പക്ഷേ ഇന്ത്യയുടെ കാര്യമോ, 145 കോടി ജനങ്ങളുള്ള ഇന്ത്യ, 140 കോടി ജനങ്ങളുള്ള ചൈന, ഈ 2 രാജ്യങ്ങൾ വൻ ശക്തികളായി മാറാതിരിക്കാനായിട്ട് ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് മാപ്പിൻ്റെ പ്രചരണവുമൊക്കെ ആയിട്ട് തുർക്കി വരുന്നത്. ഈ തുർക്കി ഇവിടേക്ക് എങ്ങനെ രംഗപ്രവേശം ചെയ്തുവെന്നും നമ്മൾ മനസ്സിലാക്കണം. അതായത് തൊയ്ബ് എർദോഗൻ്റെ തുർക്കിയുമായിട്ട് അമേരിക്കൻ ഭരണകൂടത്തിന് ചില ബന്ധമുണ്ട്. ആ ബന്ധം പിന്നീട് സിറിയയിലെ പ്രസിഡന്റായ അഹമ്മദ് അൽ ഷറയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. 25 വർഷത്തിന് ശേഷം അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട്, IS-മായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അൽ ഷറയുമായിട്ട് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഇസ്ലാമിക തീവ്രവാദത്തെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയെ എതിർക്കണം, ഇന്ത്യയെ തകർക്കണം, ഇത് മാത്രമാണ് ലക്ഷ്യമുള്ളത്. അപ്പോൾ സിറിയൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ തുർക്കിയുടെ പ്രസിഡന്റ്, ഇനി ഖത്തറിൻ്റെ നിലപാട്. ഇപ്പോൾ ഖത്തർ ഒരു വിമാന സമ്മാനമായിട്ട് ട്രംപിന് കൊടുത്തു. അപ്പോൾ ട്രംപിൻ്റെ നിലപാട് അറിയാലോ. അപ്പോൾ കാലാകാലങ്ങളായിട്ട്
ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഭരണ സംവിധാനം ഇന്ത്യൻ ഭരണകൂടത്തെ തകർക്കാൻ, ഇന്ത്യയുടെ വളർച്ചയെ തകർക്കാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ 2040-50 ആകുമ്പോഴേക്കും നമ്മൾ ചില ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്ന് ഇപ്പോഴത്തെ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ പ്രവർത്തനങ്ങളുമായിട്ട് അമേരിക്ക രംഗത്ത് വരികയാണ്. പക്ഷേ നേരിട്ട് വരില്ല. പകരം തുർക്കിയെ പോലെയുള്ള, സിറിയയെ പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ രംഗത്തിറക്കും. അപ്പോൾ ഈ സിറിയ തീവ്രവാദ പ്രവർത്തനം നടത്തുകയും ഹൂത്തികളെ ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തുകയും ചെയ്തപ്പോൾ അമേരിക്ക തകർന്നുപോയി. പെട്ടെന്ന് അമേരിക്ക അവരുമായിട്ടൊരു കോംപ്രമൈസ് ചർച്ചയുണ്ടാക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഭീകരവാദം നടത്തിക്കോ, തീവ്രവാദം നടത്തിക്കോ, പക്ഷേ ഞങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കരുത്. അങ്ങനെ അവരുമായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തുന്നു. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയത്തിൽ മുഴുവൻ വെള്ളം ചേർക്കുകയും അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും വേണ്ടി മറ്റെല്ലാവരെയും തള്ളിക്കളയുകയും ചെയ്യും. ഈ ഒരു നിലപാട് ഇപ്പോൾ ഇസ്രയേൽ വരെ ശക്തമായിട്ട് എതിർത്ത് വരികയാണ്. എന്തായാലും ഇന്ത്യയിൽ ഇപ്പോൾ മെയ്തി, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പരമാവധി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തെ രൂക്ഷമാക്കി നിർത്തണം. എന്തിനാണ് ഈ പാകിസ്ഥാനും കാശ്മീരും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കാത്തത്? അത് അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷമുണ്ടാകുന്നു. ഇതിന് പിന്നിലും മറ്റ് ചില രാജ്യങ്ങളുടെ ഇടപെടലുണ്ട്. അടുത്തതായിട്ട് ഈ ബംഗ്ലാദേശിൽ, അതായത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ആശയമായിട്ട് വരുന്നു. ഇനി ഗ്രേറ്റർ ബംഗ്ലാദേശ് നടന്നില്ല എന്ന് വെച്ചു. അപ്പോൾ 7 സിസ്റ്റേഴ്സിലെ കുറച്ച് സംസ്ഥാനങ്ങളെ കൂടെ ചേർക്കുക. മ്യാൻമറിലെ ഈ രഖൈൻ സ്റ്റേറ്റിനെ ഒപ്പം ചേർക്കുക. എന്നിട്ട് ഇപ്പം ജാർഖണ്ഡോ ബീഹാറോ ഒക്കെ വരാൻ പറ്റുന്ന പോലെയുള്ള സ്ഥലങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു ചെറിയ ബംഗ്ലാദേശെങ്കിലും ആക്കുക. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ബംഗ്ലാദേശിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബംഗ്ലാദേശിന് ഈ 7 സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്താൻ നമുക്ക് ചിക്കൻ നെക്കെ ഉള്ളെന്ന് പറയുന്ന പോലെ അവർക്ക് ചിറ്റഗോങ്ങിലേക്ക് എത്താനും ഒരു നാരോ ലാൻഡ് ബോർഡറേ ഉള്ളൂ. അവിടേക്ക് നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. അതായത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ചിറ്റഗോങ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും ബംഗ്ലാദേശിൻ്റെ തലപ്പത്തി തീർക്കാനും നമുക്കറിയാം. ഇപ്പോൾ രംഗ്പൂർ എന്ന് പറയുന്ന അവരുടെ ഈ തലപ്പൊക്കമുള്ള മേഖലയുണ്ട്, അതും നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. അതൊന്നും നമ്മൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ മറ്റൊരു യുദ്ധത്തിലേക്ക് നമ്മൾക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഭീഷണി ഉയർത്തുന്നു. അതായത് NGOകളെ ഉപയോഗിച്ചുകൊണ്ട് തുർക്കി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ മാപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നു, യുവജനങ്ങളെ അതിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നു. ഒപ്പം തന്നെ ഈ വാർത്തകൾ അമേരിക്കൻ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നു. അപ്പം കൃത്യമാണ് ലക്ഷ്യം. ഇന്ത്യയുടെ വികസനത്തെ, ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിനെ തടയണം. അതിന് പാകിസ്ഥാനുമായിട്ടുള്ളൊരു യുദ്ധം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യ കൃത്യമായിട്ട് പ്രതിരോധിക്കുക മാത്രം ചെയ്തു, അല്ലാതെ ഒരു യുദ്ധത്തിലേക്ക്, പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറിയില്ല. അങ്ങനെ മാറിയിരുന്നുവെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് അതൊരു തളർച്ച ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഭരണകൂടത്തിൻ്റെ ബുദ്ധിപരമായ നീക്കമാണ് അതിനെ തടഞ്ഞത്. എന്തായാലും ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഐഡിയയുമായിട്ട് വന്ന തുർക്കിക്കും അമേരിക്കയ്ക്കുമൊക്കെ നമ്മൾ നല്ല പണിയാണ് കൊടുക്കുന്നത്. ഒറ്റ ദിവസം, അതായത് 24 മണിക്കൂറുണ്ടെങ്കിൽ നമ്മൾ ചിറ്റഗോങ് ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ടും നമ്മുടെ വരുതിയിലാക്കും. ഏതാണ്ട് 4000 കിലോമീറ്ററോളം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിയുണ്ട്. ഇവിടേക്ക് നമ്മുടെ ആർമിയൊക്കെ സുസജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണവുമായിട്ട് വന്നാൽ മുഹമ്മദ് യൂനിസ് സർക്കാരിനെ താഴെ ഇറക്കിയിട്ട് വേണമെങ്കിൽ ഈ ഷേഖ് ഹസീനെ അവിടെ പ്രതിഷ്ഠിക്കാനുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കും. കാരണം വാക്കറുസമാൻ എന്ന് പറയുന്ന അവിടുത്തെ പട്ടാള മേധാവി ഏത് നിമിഷവും യൂനിസിനെതിരായിട്ട് ഒരു പട്ടാള അട്ടിമറി നടത്തിയേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബംഗ്ലാദേശിൻ്റെ ഗ്രേറ്റർ ബംഗ്ലാദേശ് മാപ്പുമായി വന്ന NGOകളുടെ പ്രവർത്തനത്തിൻ്റെ തലയ്ക്കടിച്ചുകൊണ്ട് ഇന്ത്യ അവരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും ഒരു അതിക്രമത്തിന് മുതിരുകയാണെങ്കിൽ, ഇനിയും പ്രകോപനത്തിന് വരികയാണെങ്കിൽ പാകിസ്ഥാനിലുണ്ടായതുപോലെ ഒരു സംഭവമായിരിക്കില്ല. ബംഗ്ലാദേശിനെ ഇന്ത്യ പിടിച്ചെടുക്കുന്ന സംവിധാനത്തിലേക്കായിരിക്കും നീങ്ങുക എന്ന് കൃത്യമായ സൂചനകൾ ഈ രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.